ഒരു രാഷ്ട്രീയമായ മറുപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകാൻ സാധിക്കുന്നില്ല. അവർക്ക് സാധിക്കുന്നില്ല. ഒരു കാര്യവും പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഉന്നയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരം പോലെ ഇമാതിരിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന ശരിയായ നിലപാടല്ലോ. അപ്പോൾ ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചന സംഘമുണ്ട്. ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ്. അദ്ദേഹത്തിന്റെ വാർഡിലായി സംഭവം നടക്കുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത സെറ്റാണ്. എന്തും ചെയ്യും. ഇനിയും ദിവസം അത്രയേ ഉള്ളൂ, 5 ദിവസമില്ല. എന്തും ചെയ്യും. ആ ചെയ്യുന്നതിന്റെ പട്ടികയിൽ ഇതും കൂടി എങ്ങനെ വരും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ വിവരങ്ങളുമായി. പ്രസാദ്, അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. രാവിലെ വനം മന്ത്രിയും സമാനമായ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കാരണം നിലമ്പൂരുകാർ, വഴിക്കടവുകാർ അറിയുന്നതിന് മുൻപ് തന്നെ മലപ്പുറത്ത് എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രകടനം നടന്നു എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി കടന്നുള്ള ഒരു പ്രതികരണം CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. ലക്ഷ്മി, ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ CPIM-ഉം അതോടൊപ്പം തന്നെ LDF ഒന്നാകെയും ഉയർത്തുന്നത്. രാവിലെ വനം വകുപ്പ് മന്ത്രി ഇക്കാര്യം പറഞ്ഞിരുന്നു. അത് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, അല്പം കൂടി കടന്ന് ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്. അവിടെ ഈ സംഭവം നടന്ന സ്ഥലത്തെ വാർഡ് മെമ്പറും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എല്ലാം തന്നെ UDF സ്ഥാനാർത്ഥിയുടെ അടുത്ത സുഹൃത്താണ്. സമഗ്രമായ അന്വേഷണം വേണം. ഇതിൽ പ്രതി വിനേഷ് ഇത്തരത്തിൽ വൈദ്യുതി കെണി വെച്ചുകൊണ്ട് പന്നിയെ പിടിക്കുന്ന ഒരാളാണ്. വിനേഷിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് CPIM ഉയർത്തുന്നത്. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സെറ്റാണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ ഉയർത്തിയിട്ടുള്ള വിമർശനം. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഇതൊരു അവസരമായി ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ള വാദമാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വളരെ പെട്ടെന്നുണ്ടായ സമരമെല്ലാം തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഇപ്പോൾ CPIM-ഉം ആരോപിക്കുന്നത്.